ഒരു 700 ദിർഹംസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ വൈഫിനെയോ നിങ്ങളെ ഹസ്ബൻഡിനെയോ നിങ്ങൾക്ക് ദുബായ് റെസിഡൻഷ്യൽ വിസ എടുക്കാൻ പറ്റും. അത് 2 ഇയർ വിസ ഇട്ടാ ആദ്യം 700 ദിർഹംസ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് അവരെ ഫയൽ ഓപ്പണിങ്ങും അതുപോലെ എൻട്രി പെർമിറ്റും എടുക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അവരിവിടെ യു എയിൽ എത്തിയതിന്റെ ശേഷം 2 മന്തിന്റെ ഉള്ളിലായിട്ട് ബാക്കി അവരുടെ എമിറേറ്റ്സ് ID, മെഡിക്കൽ, അതുപോലെ വിസ സ്റ്റാമ്പിങ് എല്ലാം കൂടെ 1199 ദിർഹംസും കൂടിയാണ് നമുക്ക് എക്സ്ട്രാ വരുന്ന പേയ്മെന്റ്. അപ്പോൾ അത് നിങ്ങൾ 2 മന്തിന്റെ ഉള്ളിലായിട്ട് മാത്രം അടച്ചാൽ മതി അവരിവിടെ എത്തിയതിന്റെ ശേഷം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ടോട്ടൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1899 ദിർഹംസ് ആണ് നിങ്ങൾക്ക് വിസക്ക് വരുന്നത്. ദുബായിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 4000 ദിർഹംസ് കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വൈഫിനെയോ അല്ലെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിനെയോ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങളെ മക്കളെ യു എയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ആദ്യം ഇതുപോലെ 700 ദിർഹംസ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫയൽ ഓപ്പൺ ചെയ്യാനും അതുപോലെ എൻട്രി പെർമിറ്റ് കൊടുക്കാൻ കഴിയും. ബാക്കി അവരിവിടെ വന്നതിന്റെ ശേഷം ബാക്കി 799 ദിർഹംസ് മുടക്കി കഴിഞ്ഞാൽ അവരെ എമിറേറ്റ്സ് IDയും വിസ സ്റ്റാമ്പിങ്ങും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെ മക്കൾക്ക് വരുന്നത് 1499, വൈഫിനെയോ ഹസ്ബൻഡിനെയോ നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വരുന്നത് 1899 ആണ് ഫുൾ പാക്കേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങൾ വിസ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലിനെ ഈ ദുബായിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 2 ഇയർ റെസിഡൻഷ്യൽ വിസയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.